എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് പാർട്ട് ബീൻ്റെ റീഡിങ്ങിൽ പാർട്ട് ബീൻ്റെ കുറച്ച് ടിപ്സാണ്. അതുമാത്രമല്ല നമ്മൾ ആറ് ചോദ്യം, അതായത് എക്സാമിന് വരുന്ന സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് റീഡിങ്ങിൽ പാർട്ട് എയും സിയും ബിയും ഒക്കെ ഏകദേശം ഡിഫിക്കൾട്ട്, അല്ലെങ്കിൽ മൊത്തം റീഡിങ്ങും ഡിഫിക്കൾട്ടായിട്ടുള്ള വ്യക്തികളെയും എനിക്ക് അറിയാം. സോ അപ്പം നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഓരോ ടിപ്സ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ബൈ പ്രാക്ടീസ്. സോ അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഡെയിലി ടൈം ടേബിൾ അത് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും വരുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്താൽ മതി. ആദ്യത്തെ ഒരു 2-3 വീക്സ് അല്ലെങ്കിൽ 2-3 ഡേയ്സ് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഈ ഒരു ടൈം ടേബിൾ കുറച്ച് ഹെവി ആണെന്ന് ഫീൽ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ഗ്രാജുവലി വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഈവൻ ഞാൻ ആ ഒരു വീഡിയോയിൽ എന്താ പറയുക, വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റാഫ്സിനും എങ്ങനെയാണ് ഈ ഒരു ടൈം ടേബിൾ കൊണ്ടുപോകുക എന്നുള്ളതും കൂടെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. സോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പാർട്ട് ബിയിലെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും വായിച്ച് 2 minutes ടൈം ഞാൻ തരും. ആ ടൈമിൽ വായിച്ച് മനസ്സിലാക്കി ആൻസർ ലൊക്കേറ്റ് ചെയ്ത ശേഷം ഈച്ച് ക്വസ്റ്റ്യൻ്റെ 2 minutes കഴിഞ്ഞ ശേഷം ഡിസ്കഷൻ, അതായത് ലൈക്ക് എക്സ്പ്ലനേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. Your 2 minutes time starts now. First you can read the question, then read the extract carefully, understand the meaning of the paragraph, then you can eliminate the wrong ones. Okay, we can start to do now. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ലാസ്റ്റ് സെൻറ്റൻസിനകത്തുണ്ട്. ഈച്ച് ഡെൻ്റൽ പ്രാക്ടീഷണർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ദീസ് ഗൈഡ് ലൈൻസ് ഇൻ ദെയർ ക്ലിനിക്കൽ പ്രാക്ടീസ് ആൻഡ് ഫോർ എൻഷുറിങ് ദെയർ ക്ലിനിക്കൽ സപ്പോർട്ട് സ്റ്റാഫ് ആർ ഫെമിലിയർ വിത്ത് ആൻഡ് ഏബിൾ ടു അപ്ലൈ ദം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിക്ട്ലി അബൈഡ് ബൈ ദ റൂൾസ് സെറ്റ് ഔട്ട് വിത്തിൻ ദ ഡോക്യുമെൻറ്റ്. സോ അബൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രിക്ട്ലി പാലിക്കുക എന്നുള്ളതാണ്, പാലിക്കുക. സോ അപ്പോൾ അതാണ് ആൻസർ വരുന്നത്. സോ ബി ഓപ്ഷൻ നോക്കുവാണെങ്കിൽ യൂസ് ദെയർ ഓൺ ജഡ്ജ്മെൻറ്റ് വെൻ പുട്ടിങ് ദ സ്ട്രാറ്റജീസ് ഇൻ ടു പ്രാക്ടീസ് എന്ന് പറയുന്നില്ല. സോ അവർ ലൈക്ക് ഔട്ട്ലൈൻ ചെയ്തേക്കണ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ യൂസ് ദെയർ ഓൺ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നില്ല. സോ ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ്. സോ ഇത് പകുതി ശരിയും പകുതി റോങ്ങും ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻഡ് മൂന്നാമത്തെ ഓപ്ഷൻ ഫോളോ ദി എക്സാമ്പിൾ ഓഫ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഡെൻ്റൽ ക്ലിനിക്. സോ ഇവിടെ എക്സാമ്പിൾ ആയിട്ടൊന്നും തന്നെ പറയുന്നില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ അബ്സല്യൂട്ട്ലി റോങ്. സോ എ ആണ് ആൻസർ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഇമെയിൽ ഇൻഫോംസ് ഫിസിയോതെറാപ്പിസ്റ്റ് ദാറ്റ്. 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് എക്സ്ട്രാക്റ്റ് നല്ലപോലെ മനസ്സിരുത്തി വായിക്കുക. ആൻഡ് അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയ ശേഷം വോയിസ് ലൈക്ക് wrong ones eliminate ചെയ്യുക. ഓക്കെ, സോ 2 minutes ടൈം വെക്കാൻ പോവുകയാണ്. അപ്പോൾ ചെയ്ത ശേഷം ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ യുവർ 2 minutes സ്റ്റാർട്ട്സ് നൗ. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആ സെക്കൻഡ് പാരഗ്രാഫാണ്. സോ ആ പാരഗ്രാഫിലെ ലാസ്റ്റ് സെൻറ്റൻസ് വായിച്ചാലും നിങ്ങൾക്ക് ക്ലിയർ ആവും. പക്ഷേ ദേ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായി എന്ന് വരില്ല. സോ സെക്കൻഡ് പാരഗ്രാഫ് മുഴുവനായിട്ട് വായിക്കാം. അപ്പോൾ അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് കൺസെൻറ്റിന് ശേഷമായാലും ഏത് ടൈമിലും റെഫ്യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കൺസെൻറ്റ് വിഡ്രോ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നാണ്. ഓക്കെ, സോ വൺസ് ദേ ഹാവ് ഗിവൺ കൺസെൻറ്റ് ദേ മേ വിഡ്രോ ദാറ്റ് കൺസെൻറ്റ് അറ്റ് എനി ടൈം എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ദ ഓപ്ഷൻ ഓഫ് കൺസെൻറ്റ് അൾട്ടിമേറ്റ്ലി ലൈസ് വിത്ത് ദ പേഷ്യൻറ്റ്, അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ ഇൻഫർമേഷൻ പ്രൊവൈഡ് ബൈ ദ പേഷ്യൻറ്റ് ഈസ് കോൺഫിഡൻഷ്യൽ. സോ അതെവിടെയും പറയുന്നില്ല. സോ ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. തേർഡ് ഓപ്ഷൻ എന്ന് വെച്ചാൽ പേഷ്യൻറ്റ് കൺസെൻറ്റ് ഫോംസ് ആർ എ ലീഗലി ബൈൻഡിങ് ഡോക്യുമെൻറ്റ്. സോ ലീഗലി ബൈൻഡിങ് ഡോക്യുമെൻറ്റ് എന്നുള്ളത് പറയുന്നില്ല. സോ അതുകൊണ്ട് എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ എ നമുക്ക് സ്ട്രേറ്റ് അവേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് ലാസ്റ്റ് സെൻറ്റൻസ് തന്നെ കറക്റ്റ് കിടപ്പുണ്ട്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പോളിസി ഫോർ മാനുവൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്? ടെൽ എംപ്ലോയേഴ്സ്. Okay,
സോ ഈ എക്സ്ട്രാക്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ വായിച്ച് മനസ്സിലാക്കിയ ശേഷം ആൻസർ കണ്ടുപിടിക്കുക. സോ യുവർ 2 minutes സ്റ്റാർട്ട്സ് നൗ. സോ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ പോളിസീസ് ഫോർ മാനുവൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ് ടെൽ എംപ്ലോയീസ്. സോ വൺസ് ആൻ അസസ്മെൻറ്റ് ഹാസ് ബീൻ മെയ്ഡ് ദാറ്റ് എക്യുപ്മെൻറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ സേഫ് patient handling, then equipment should be made available and used even in situations where the patient or family preferences is for it not be used. So for the all area of the hospital should be fitted with overhead tracking എന്നുള്ളത് അവിടെ പറയുന്നില്ല. തൊട്ട് മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കി, സെക്കൻഡ് സെൻറ്റൻസ് നോക്കിയാൽ മനസ്സിലാവും. ഓവർഹെഡ് ട്രാക്കിങ് ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ഇൻ ഓൾ ന്യൂ ഓർ റീഫർബിഷ്ഡ് ഫെസിലിറ്റീസ് എന്നാണ് പറയുന്നത്. സോ അപ്പോൾ അതെന്തായാലും ആൻസറായിട്ട് വരില്ല. സോ അബ്സല്യൂട്ട്ലി റോങ് ആണ്. നെക്സ്റ്റ്, അസിസ്റ്റൻസ് ഡിവൈസസ് ഷുഡ് ബി യൂസ്ഡ് ഓവർ ഫിസിക്കലി ഹാൻഡ്ലിംഗ് ദ പേഷ്യൻറ്റ്. അസിസ്റ്റൻറ്റ് ഡിവൈസസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് സേഫ് പേഷ്യൻറ്റ് ഹാൻഡ്ലിംഗ് എടുത്ത് പറയുന്നുണ്ട്. വൺസ് ആൻ അസസ്മെൻറ്റ് ഹാസ് ബീൻ മെയ്ഡ് ദാറ്റ് എക്യുപ്മെൻറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ സേഫ് ഹാൻഡ്ലിംഗ്, പേഷ്യൻറ്റ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതോടെ ആൻസറായിട്ട് വരും. പക്ഷെ നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ദ പേഷ്യൻറ്റ് ഹാവ് ദ ഫൈനൽ ഡിസിഷൻ ഓൺ ഹൗ ദേ ഷുഡ് ബി അസിസ്റ്റഡ്. പേഷ്യൻ്റ് ആണോ ഫൈനൽ ഡിസിഷൻ തീരുമാനിക്കാം എങ്ങനെയാണ് അസിസ്റ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട്? അങ്ങനെ എവിടെയും പറയുന്നില്ല. സോ അത് അബ്സല്യൂട്ട്ലി റോങ് ആണ്. സോ അതുകൊണ്ട് സി ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ ബി വിൽ ബി ദ ആൻസർ. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഇതെല്ലാം അസിസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ആ ഒരു എക്സ്ട്രാക്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ദ പ്രൊവിഷൻ ഓഫ് സീലിംഗ് ഹോയിസ് ടെക്നോളജി ആൻഡ് എയർ അസിസ്റ്റഡ് പേഷ്യൻറ്റ് ലിഫ്റ്റിംഗ് എക്യുപ്മെൻറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് ദി ഫസ്റ്റ് ലൈൻ ഹാൻഡ്ലിംഗ് എയ്ഡ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർഹെഡ് ട്രാക്കിംഗ് നമ്മൾ ഓൾറെഡി വായിച്ചതാണ്. അതെന്തായാലും ഹോസ്പിറ്റൽ എന്താ പറയുക, എല്ലാ ഏരിയസിലും ഹോസ്പിറ്റലിൽ എല്ലാ ഏരിയസിലും കൊടുക്കണമെന്ന് പറയുന്നില്ല. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ദിസ് ഷുഡ് കവർ ബെഡ്സ് ആസ് എ മിനിമം ബട്ട് ഷുഡ് എക്സ്റ്റെൻഡ് ടു എൻസ്യൂർസ് ആൻഡ് അതർ ഏരിയാസ് ഓഫ് ദ ഫെസിലിറ്റി വെയർ പേഷ്യൻസ് ആർ ലൈക്ലി ടു റിക്വയർ അസിസ്റ്റൻസ്. അപ്പോൾ പേഷ്യൻറ്റിന് അസിസ്റ്റൻസ് കിട്ടാനായിട്ട് വരുന്ന സാഹചര്യം, അങ്ങനെ വരുന്ന ആവശ്യങ്ങൾക്കെല്ലാം കൊടുക്കണം എന്നാണ് പറയുന്നത്. സോ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബി ആണ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ പർപ്പസ് ഓഫ് ദ നോട്ടീസ് ഈസ് ടു എക്സ്പ്ലെയിൻ ടു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ദാറ്റ്. സോ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് നോക്കാം. ഓക്കെ, ഇതെന്താണ് ഈ നോട്ടീസിൻ്റെ മെയിൻ പർപ്പസ്, അതാണ് നോക്കേണ്ടത്. സോ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിക്കേ. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് അറ്റൻഡിങ് ടു ദ ഇൻഡിവിജ്വൽ പേഷ്യൻറ്റ് ടു സബ്മിറ്റ് ആൻ എക്യുപ്മെൻറ്റ് റിക്വസ്റ്റ് ഫോം ബേസ്ഡ് ഓൺ എക്യുപ്മെൻറ്റ് എലിജിബിലിറ്റി ഏരിയ. സോ അതനുസരിച്ച് എലിജിബിലിറ്റി ഏരിയ അനുസരിച്ച് എക്യുപ്മെൻറ്റ് റിക്വസ്റ്റ് ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത് ഓരോ ഇൻഡിവിജ്വൽ പേഷ്യൻ്റെയും ചെയ്ത് കൊടുക്കേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത് ആരാണ്? ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് അല്ലേ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത്, എ പ്രഷർ മാട്രസ് മേ ബി അപ്രോപ്രിയേറ്റ് വെൻ someone is at risk of a pressure injury as evidenced by documented sound clinical reasoning as their pressure injury risk is unlikely to significant changes. സോ അത് പ്രഷർ ഇഞ്ചുറി അനുസരിച്ച് അവർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മാട്രസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, എൻവയോൺമെൻറ്റൽ ആൻഡ് എക്യുപ്മെൻറ്റ് കൺസിഡറേഷൻസ് മസ്റ്റ് ബി കൺഫേംഡ് സച്ച് ആസ് ദാറ്റ് as a patient's weight is within the safe workload of the equipment requested. സോ അത് അവരുടെ വെയ്റ്റും അവരുടെ ഒരു പേഷ്യൻ്റെ വെയ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം അത് കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളത് എടുത്ത് അത് സ്ട്രിക്ട്ലി പറയുന്നുണ്ട്. മസ്റ്റ് ബി കൺഫേംഡ് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, ദ സൈസ് ഓഫ് ദ മാട്രസ് മസ്റ്റ് ഓൾസോ ബി കമ്പാറ്റബിൾ വിത്ത് അതർ ബെഡ് എക്യുപ്മെൻറ്റ് ആൻഡ് ആക്സസറീസ് ആൻഡ് ദ പേഷ്യൻറ്റ് ഹാവ് ബീൻ ഇൻഫോംഡ് റിഗാർഡിംഗ് ദ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഓഫ് പ്ലേസിംഗ് ഐറ്റംസ്. സോ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഓഫ് പ്ലേസിംഗ് ഐറ്റംസിനെ കുറിച്ച് ഇൻഫോം ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് സൈസും ആയിരിക്കണം മാട്രസ് ആ ബെഡിൽ അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കോമ്പാറ്റബിൾ വിത്ത് അതർ ബെഡ് എക്യുപ്മെൻറ്റ്. സോ അങ്ങനത്തെ ഒരു ഇതായിരിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ, മാട്രസ് ആയിരിക്കണം. സോ ഇതാണ്. ആൻഡ് ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് പ്ലേസിങ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് അതെന്തൊക്കെയാണെന്നുള്ളത് അതിനകത്ത് തന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. സോ ഓൺലി ആഫ്റ്റർ ദിസ് കൺഫർമേഷൻ ഷുഡ് ഓൺ ERF ബി സബ്മിറ്റഡ്. ERF എന്ന് പറഞ്ഞാൽ എക്യുപ്മെൻറ്റ് റിക്വസ്റ്റ് ഫോം. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ്, കൺഫർമേഷൻ ഓഫ് എക്യുപ്മെൻറ്റ് ഈസ് സബ്ജക്റ്റ് ടു അവൈലബിലിറ്റി അറ്റ് ദ ടൈം ഓഫ് റിക്വസ്റ്റ്. അങ്ങനെ പറയുന്നില്ല. കൺഫർമേഷൻ ഓഫ് എക്യുപ്മെൻറ്റ് പറയുന്നുണ്ട്, പക്ഷേ അത് ടൈം ഓഫ് അവൈലബിലിറ്റി അറ്റ് ടൈം ഓഫ് റിക്വസ്റ്റ് എന്ന് പറയുന്നില്ല. സോ ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, മാട്രസസ് ആർ ഓഫ് സ്റ്റാൻഡേർഡ് സൈസ് സോ മേ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ ഓൾ ബെഡ് ടൈപ്സ്. അതവിടെ പറയുന്നുണ്ട്.
അതായത് the size of the mattress must also be compatible with other bed equipment and accessories and the patient has been informed regarding the contraindications of placing items. സോ അതവിടെ പറയുന്നുണ്ട്. ഓക്കെ, കോൺട്രാഇൻഡിക്കേഷൻസിൻ്റെ പറയുന്നില്ല, പക്ഷേ മാട്രസിൻ്റെ സൈസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത ഓപ്ഷനിലൂടെ നോക്കിയിട്ട്. പേഷ്യൻറ്റ് ഫാക്ടേഴ്സ് മസ്റ്റ് ബി കൺസിഡേഴ്സ് പ്രയോർ ടു ലോഡ്ജിങ് എ റിക്വസ്റ്റ് ഫോം. പേഷ്യൻറ്റ് ഫാക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏജ് ആയിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചെടുക്കും. ശരി, പക്ഷേ അടുത്ത സെൻറ്റൻസ് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം റോങ് ആണ്. കൺസിഡർഡ് പ്രയോർ ടു ലോഡ്ജിങ് എ റിക്വസ്റ്റ് ഫോം എന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. സോ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ യു ക്യാൻ റീഡ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ യുവർ 2 minutes time starts now. So the question is, the memo about use of smartphones during surgery tells staffs that. So during surgery ടൈമിൽ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള മെമ്മോ ആണിത്. സോ സ്റ്റാഫിന് എന്ത് ഇൻഫർമേഷനാണ് പറയുന്നത്? ഓക്കെ, സോ 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ ലാസ്റ്റ് ആ സെൻറ്റൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. Any use of a device or its accessories must not compromise the integrity of the sterile field and special care should be taken to avoid sensitive communications when the hearing of awake or sedated patients എന്ന് പറയുന്നുണ്ട്. സോ ഇത് എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. അത് ശരിക്കും പേഷ്യൻ്റെ കെയറിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് പറയുന്നുണ്ട്. എസ്പെഷ്യലി അത് ഏതൊക്കെ പേഷ്യൻസ് ആണെന്ന് എടുത്ത് പറയുന്നുമുണ്ട്. പെട്ടെന്ന് പേഷ്യൻ്റ് എന്താ പറയുക അവേക്കൻ ചെയ്യുമ്പോൾ അതൊരു പ്രോബ്ലം, അതുപോലെ തന്നെ സെഡേറ്റഡ് പേഷ്യൻസിനും അത് പ്രോബ്ലമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഫോർ ഫസ്റ്റ് ഓപ്ഷൻ ദെയർ യൂസ് മേ ബി വയലേഷൻ ഓഫ് പേഷ്യൻസ് കോൺഫിഡൻഷ്യാലിറ്റി. സോ അങ്ങനെ പറയുന്നില്ല, വയലേഷനായിട്ട് എടുത്ത് പറയുന്നില്ല. നെക്സ്റ്റ്, ദേ ആർ ടു ബി യൂസ്ഡ് ഓൺലി ബൈ ദ സർജൻ മാത്രമായിട്ട് യൂസ് ചെയ്യാമെന്ന് എവിടെയും പറയുന്നില്ല കേട്ടോ. സോ ഞാനിപ്പോൾ ആൻസർ മാത്രമായിട്ടുള്ള സെൻറ്റൻസാണ് വായിച്ചത്. നിങ്ങൾ മൊത്തത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിരിക്കും. സോ സി ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാവും. ദേ ക്യാൻ പൊട്ടൻഷ്യലി ലീഡ് ടു പേഷ്യൻറ്റ് ഹാം എന്ന് പറയുന്നുണ്ട്. അതാണ് ലാസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത് കേട്ടോ. സോ മൊത്തത്തിൽ വായിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആ 2 ഓപ്ഷനും സ്കിപ്പ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അവിടെ പറയുന്നില്ല വയലേഷൻ്റെ കാര്യം, അതുപോലെ തന്നെ സർജന് മാത്രമായിട്ട് യൂസ് ചെയ്യാമെന്നും പറയുന്നില്ല. സോ ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. സോ ദേ ക്യാൻ പൊട്ടൻഷ്യലി ലീഡ് ടു പേഷ്യൻറ്റ് ഹാം ലാസ്റ്റ് സെൻറ്റൻസിൽ കിടപ്പുണ്ട്. സോ ക്ലിയർ ആയി വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ പോയിന്റ് ഓഫ് ദി എക്സ്ട്രാക്ട് ഓൺ സബ്ക്യൂട്ടേനിയസ് കാനുലാസ് ഈസ് ടു എക്സ്പ്ലെയിൻ. ഓക്കെ, സോ യുവർ 2 minutes time starts now. You can read the question. സോ ഇതിൻ്റെ ആൻസർ വന്നിട്ട് എ ആണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മുടെ ക്വസ്റ്റ്യൻ ആക്ച്വലി ദ മെയിൻ പോയിന്റ് ഓഫ് ദി എക്സ്ട്രാക്ട് ഓൺ സബ്ക്യൂട്ടീനിയസ് കാനുല ഈസ് ടു എക്സ്പ്ലെയിൻ എന്നാണ്. അത് തന്നെയാണ് ഫസ്റ്റ് 2 സെൻറ്റൻസ് വായിച്ചാൽ മനസ്സിലാവും.
അതായത് a subcutaneous cannula is a small plastic tube designed to carry medications into person's body എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് പറയുന്നതൊക്കെ രജിസ്റ്റേർഡ് നേഴ്സാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, നമുക്ക് നേഴ്സ് മേ ഇൻസേർട്ട് എ സെക്കൻഡ് കാനുല ഇൻ എ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി, അങ്ങനെ കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ. നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സബ്ക്യൂട്ടീനിയസ് കാനുല അതിനെക്കുറിച്ച് എന്താണ് മെയിൻ പോയിൻറ്റ് എന്നാണ്, എക്സാക്ട്ലി മെയിൻ പോയിൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എ ആണ് ആൻസർ. സോ പേഴ്സണാലിറ്റി ഓഫ് ദെയർ ഡിസൈൻ ആൻഡ് ഫങ്ഷൻ. സോ ഈ പാർട്ട് ബിയുടെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.